UDF ജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം. വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളിക്കുള്ള സതീശന്റെ ഈ മറുപടി തികച്ചും പ്രസക്തവും അഭിനന്ദനാർഹവുമാണ്. UDFനെ നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തിരിച്ചുകൊണ്ടുവരാന് സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിനു പോകുമെന്ന പ്രതിപക്ഷ നേതാവ് സതീശന്റെ പ്രഖ്യാപനം ധീരവും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെയും UDFന്റെയും അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതുമാണെന്ന് VM സുധീരന് പറഞ്ഞു. അണികളിലും ജനാധിപത്യ മതേതര വിശ്വാസികളായ ജനങ്ങളിലും തനിക്കുള്ള ഉറച്ച വിശ്വാസത്തിന്റെ പ്രതിഫലനമാണിത്. തന്റെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി DP യോഗം ജനറൽ സെക്രട്ടറി പദം ദുരുപയോഗപ്പെടുത്തിവരുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളിക്കുള്ള സതീശന്റെ ഈ മറുപടി തികച്ചും പ്രസക്തവും അഭിനന്ദനാർഹവുമാണ്. നിവിൻ പോളിയുടെ പരാതി. നിർമ്മാതാവ് PA ഷംനാസിനെതിരെ FIR രജിസ്റ്റർ ചെയ്തു. ആക്ഷന് ഹീറോ ബിജു 2 എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് 2023 നിവിന് പോളി, സംവിധായകന് ഏബ്രിഡ് ഷൈന്, തലയോലപ്പറമ്പ് സ്വദേശി ഷംനാസ് എന്നിവരെ ഒപ്പിട്ട കരാറിലെ സിനിമയുടെ എല്ലാത്തരം അവകാശങ്ങളും നിവിന് പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയറിനായിരുന്നു. ഇക്കാര്യം മറച്ചുവെച്ച് ഫിലിം ചേംബറിൽ നിന്നും ചിത്രത്തിന്റെ പേരിന്റെ അവകാശം ഷംനാസ് സ്വന്തമാക്കുകയായിരുന്നു. തലസ്ഥാനത്തെ 5.5 കോടിയുടെ വൻ ഭൂമി തട്ടിപ്പ്. DCC അംഗം അനന്തപുരി മണികണ്ഠൻ ബംഗളൂരുവിൽ പിടിയിൽ. പ്രവാസിയായ സ്ത്രീയുടെ പേരിലുണ്ടായിരുന്ന ഭൂമി തട്ടിയെടുക്കാൻ വ്യാജ ഇഷ്ടദാന കരാർ ഉൾപ്പെടെ ഉണ്ടാക്കിയത് മണികണ്ഠനെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. അനന്തപുരി മണികണ്ഠനെ കേസിൽ പോലീസ് പ്രതിയാക്കിയിരുന്നു. പ്രവാസിയായ സ്ത്രീയുടെ പേരിലുണ്ടായിരുന്ന ഭൂമി തട്ടിയെടുക്കാൻ വ്യാജ ഇഷ്ടദാന കരാർ ഉൾപ്പെടെ ഉണ്ടാക്കിയത് മണികണ്ഠനെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ നടൻ ബാബുരാജ് മത്സരിക്കരുതെന്ന് നടി മല്ലിക സുകുമാരൻ. ബാബുരാജ് മത്സരിച്ചാൽ പല സംശയങ്ങൾക്കും ഇടവരും. മടുത്തിട്ടാണ് മോഹൻലാല് അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയത്. എല്ലാ പ്രശ്നങ്ങളിലും ലാലിന്റെ പേര് വലിച്ചിഴക്കുന്നത് ചിലരുടെ ശീലമാണ്. ലാലോ മമ്മൂട്ടിയോ ഇല്ലെങ്കിൽ പ്രവർത്തന ഫണ്ട് പോലും ലഭിക്കില്ല. ഞങ്ങള് തെറ്റു കണ്ടാല് തുറന്നു പറയും. അതിനാല് താനും മകനും അമ്മയ്ക്ക് അപ്രിയരാണ് എന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. സംഘടനയുടെ മഹാത്മ്യം മനസ്സിലാക്കി മൂല്യമുള്ളവർ രംഗത്ത് വരണം. ശുദ്ധമുള്ള അമ്മയാക്കി നല്ല അമ്മയാക്കി മാറ്റാൻ എല്ലാവരും ഒരുമിക്കണം. താനും മത്സരിക്കുന്നുണ്ടെന്നും അനൂപ് ചന്ദ്രൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആരോപണ വിധേയർക്കും മത്സരിക്കാമെന്നാണ് സംഘടനാ അംഗമായ നടി സരിയ പറഞ്ഞത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതകൾ മത്സരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും സരിയ വ്യക്തമാക്കി. ബില്ലുകളിലെ സമയപരിധി. രാഷ്ട്രപതിയുടെ റഫറൻസ് കാപട്യം. ബില്ലുകൾ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ചതിനെതിരെയുള്ള രാഷ്ട്രപതിയുടെ റഫറൻസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. റഫറൻസിനെ എതിർത്ത് കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങള് സുപ്രീംകോടതിയിലെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ റഫറൻസിന് മറുപടി നൽകരുതെന്നാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. രാഷ്ട്രപതിയുടെ റഫറൻസ് കാപട്യമാണ് എന്നാണ് തമിഴ്നാടിന്റെ മറുപടി. ഭരണഘടന അനുച്ഛേദം 143 അനുസരിച്ചുള്ള വിധി പുനഃപരിശോധിക്കാന് സുപ്രീംകോടതിക്ക് അധികാരമില്ല. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാണ് രാഷ്ട്രപതിയുടെ റഫറൻസെന്നും തമിഴ്നാട് സുപ്രീംകോടതിയെ അറിയിച്ചു. റഫറൻസ് അനുചിതമെന്നും മറുപടി നൽകാതെ തിരിച്ചേക്കണമെന്നുമാണ് കേരളത്തിന്റെയും നിലപാട്.